നോക്കുവാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 25-ാം അധ്യായമാണ്. അപ്പം നമ്മൾ സാധാരണ വചനമൊക്കെ ആൾക്കാർ പഠിപ്പിക്കുമ്പം ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, ചില ഭാഗങ്ങളൊക്കെ ഒന്ന് പറയാതൊക്കെ ഒന്ന് വിട്ടുകളയും. കാരണം അന്ന് വേണ്ട, ആൾക്കാർക്ക് എന്നാ തോന്നുമെന്നൊക്കെ ഓർത്ത്. വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ, പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ പല പറഞ്ഞെന്ന് വരും. അപ്പൊ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് ഇത് ഞാൻ എന്നാ ഈ ഭർത്താന പറയുന്നത്, ഈ പുള്ളി എന്നാ പറയുന്നെന്ന് തോന്നരുത്. അങ്ങനെ വചനത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയും. അതുകൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 25-ാം അധ്യായം. ഇവിടെ കാണുന്നത് അബ്രഹാമിന് ഏകദേശം 140 വയസ്സായ പ്രായമാണ് കാണുന്നത്. അബ്രഹാമിന് 140 വയസ്സ്. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്ന് പേർ. അവളുടെ പേരെന്നതായിരുന്നു കെതൂറ. അബ്രഹാം മറ്റൊരു ഭാര്യയെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നർത്ഥം. അപ്പോ നമ്മൾ ഇവിടെ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ അബ്രഹാം കല്യാണം കഴിച്ചത് സാറയൊക്കെ മരിച്ചതിന് ശേഷമാണെന്ന്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല. 1. 2, അബ്രഹാമിന് കെതൂറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അബ്രഹാമിന് വേറെ ഭാര്യമാരും ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ കൾച്ചർ താല്പര്യങ്ങൾ ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞു, ഇത് പറയുമ്പോ തന്നെ ആൾക്കാർ ചിന്തിക്കും എന്നാ പറയുന്നത്. ഞാൻ താഴ്ത്തു വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഈ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നാം ചിന്തിച്ചാൽ അറിയാം, ഇന്നത്തെ കാലത്ത് എത്ര മക്കളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറൊരാളെ കല്യാണം കഴിച്ച് മക്കൾ ഉണ്ടായിക്കളെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് കൾച്ചറിനെതിരല്ല. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഭാര്യയായിരുന്ന സാറ അബ്രഹാമിന് പറഞ്ഞത്, നീ പോയി നമ്മുടെ ഇവിടെയുള്ള ഹാഗാറിനെ വിവാഹം കഴിക്ക്, ഹാഗാറിന് കുട്ടി ഉണ്ടാകട്ടെ. ആ സമയത്ത് തന്നെ അബ്രഹാമിന് വേറെ വെപ്പാട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. താഴോട്ട് വരുന്നത് മനസ്സിലാകും. അതുകൊണ്ട് പതുക്കെ നമുക്ക് പോവാം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്ന് പേർ. അവളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഈ ദാവീദിനും ശലോമോനും ഒക്കെ ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഉടനെ പറയും ഇത്രയേ ഉള്ളോന്ന് പറയാം. അത്രയല്ല, പക്ഷെ അവർക്ക് അത്ര ഉണ്ടായിരുന്നിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചിലരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നേണ്ട ഒരു വിഷയമുണ്ട് കേട്ടോ. ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നേണ്ട ഒരു വിഷയം, ദാവീദിനെ ഒഫീഷ്യലി ആയിട്ട് ദാവീദ് നിയമപ്രകാരം കല്യാണം കഴിച്ചുകൊണ്ടത് ഇഷ്ടം പോലെ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ശലോമോൻ വന്നത് അവരിൽ നിന്നൊന്നും അല്ല. ശലോമോൻ വന്നത് ബേത്ശേബയിൽ നിന്നാണ്. ബേത്ശേബയല്ലേ? അതേ തോന്നുന്നു. അതെ, ഓക്കെ, അതേ തോന്നുന്നു. ഓക്കെ, അപ്പോ ആ ഭാര്യ അവൻ എടുത്തത് എങ്ങനെയാ? ഊര്യാവിന്റെ ഭാര്യയായിരുന്നു. അങ്ങൊരു പുള്ളിക്കാരി എടുത്തോണ്ട് വന്നതാണ്. പക്ഷേ ദൈവത്തിന്റെ നീതി വന്നപ്പോൾ അവളിൽ നിന്ന് തന്നെ ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ, ഏറ്റവും സമ്പന്നനായ, ഏറ്റവും ധൈര്യശാലിയായ, ഏറ്റവും ജ്ഞാനമുള്ള രാജാവിനെ ദൈവം കൊടുത്തു. ഒന്ന് ഓർത്തു നോക്കിക്കേ, ദൈവിക നീതി നമ്മൾ കാണുന്നതിനപ്പുറത്താ ദൈവം. നമ്മൾ മാനുഷിക നിയമങ്ങൾക്കുള്ളിൽ, ഇതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ പലപ്പോഴും എഴുതി വെച്ച പുള്ളിയും ഡോട്ടും കുത്തും കോമായും നോക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ഇതിനൊക്കെയും അപ്രമേയമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കർത്താവ് എന്തുകൊണ്ടാണ്. ഇത് താഴോട്ട്, ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, താഴോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ യാക്കോബ് ഉണ്ടായിരുന്നു. യേശാവ് മൂത്തവനായിട്ട് അനുഗ്രഹം പോലെ യാക്കോബിനാണ്. നമ്മൾ താഴോട്ട് വരുമ്പോ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ആൾക്കാർക്ക് സംശയവും ചോദ്യം ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, കല്യാണം കഴിച്ചു. അവൾക്ക് കെതൂറ എന്ന് പേർ. അവളുടെ പേര് കെതൂറ. നല്ല പേരാ, കെതൂറ. ഓക്കെ, അപ്പോ അബ്രഹാം വിവാഹം കഴിക്കുവാൻ വീണ്ടും ആഗ്രഹിക്കുകയും അബ്രഹാം വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പം കെതൂറ എന്ന് പേരുള്ള ഒരാളെ കല്യാണം കഴിച്ചു. എന്നാൽ കെതൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസെൻസ് എന്നാണ് അർത്ഥം. ഇൻസെൻസ്, അതായത് ഇൻസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഒരു വാക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല. എങ്കിലും നമ്മൾ ഈ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കും, നമ്മുടെ നാട്ടിൽ സാമ്പ്രാണി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കുന്തിരിക്കം പുകയ്ക്കും. അപ്പം അതുപോലെ
മണം ഉണ്ടാകുന്ന ധൂപവർഗം എന്ന് വേണേൽ പറയാം, ധൂപവർഗം എന്ന് വേണമെങ്കിൽ പറയാം. ധൂപവർഗം എന്ന് വേണേൽ പറയാം. അപ്പോൾ അതാണ് അവളുടെ പേരിന്റെ അർത്ഥം, കെതൂറ. അവൾ അബ്രഹാമിന് മക്കളെ ജനിപ്പിച്ചു. അവൾ സിമ്രാൻ, യക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. എത്ര പേരെയാ? സിമ്രാൻ, യൊക്ഷാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാഖ്, ശൂവഹ്, 6 പേരെ അവൾ പ്രസവിച്ചു അബ്രഹാമിന്. അപ്പോൾ അബ്രഹാം 140 വയസ്സിൽ കല്യാണം ആണ് ഇവളെ കഴിച്ചത് എങ്കിൽ ഏകദേശം 152, 153 വയസ്സായപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. കാരണം കുട്ടി ഉണ്ടാകാനുള്ള സമയം ഏകദേശം 10 വർഷത്തിന് മേലെടുത്തു. പക്ഷേ യഥാർത്ഥത്തിൽ യഹൂദ ചരിത്രം പഠിക്കുമ്പോൾ അബ്രഹാമിന് ഇതിന് മുൻപേ കെതൂറ ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം പറയുന്നു ആദ്യത്തെ പയ്യൻ, ഇവിടെ പറയുന്നു രണ്ടാമത്തെ പയ്യൻ യൊക്ഷാൻ ശെബയെയും ദാദാനെയും ജനിപ്പിച്ചു. നമ്മൾ യെഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവരെ കുറിച്ച് കാണുന്നുണ്ട്. ശെബയും ദാദാനും തർശീശ് വക്തകന്മാരും എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു. നമുക്ക് വേണമെങ്കിൽ അത് പെട്ടെന്ന് എടുക്കാം, യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നോക്കി അറിയാം. അപ്പം പക്ഷെ ഇപ്പോൾ എടുക്കുന്ന സമയമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നതിനകത്ത് വലിയൊരു കാര്യമില്ല. എങ്കിലും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. താഴോട്ട് വരുമ്പോ ഈ മനുഷ്യപുത്ര രോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തെ ഗോഗന് നേരെ എന്ന് പറഞ്ഞതിന് ശേഷം താഴേക്ക് വരുമ്പോ പറയുന്നുണ്ട് ഒരു ഒന്ന് നോക്കട്ടെ, 13-ാം വാക്യം, 38-13. ശെബയും ദദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാനസമൂഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാൻ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനുമാണോ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത് യെഹെസ്കേലിന്റെ പുസ്തകം 38-ാം അധ്യായം 13-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. അപ്പോൾ ഈ മക്കളെ അബ്രഹാം ജനിപ്പിച്ചു. ഇത് അബ്രഹാമിന്റെ മക്കളാണ്. ഇവരെ കുറച്ച് കഴിയുമ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഈ തർശീഷ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് എന്നാ പറയപ്പെടുന്നത്. തർശീഷ് ഇംഗ്ലണ്ട് ആണെന്നാ പറയപ്പെടുന്നത്. ഓക്കെ, നമ്മളിപ്പോ അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വേറെ സബ്ജക്റ്റ് മാറിപ്പോ, അതുകൊണ്ടാണ്. ഓക്കെ, യൊഷ്കാൻ ശെബയെയും ദാദാനെയും ജനിപ്പിച്ചു. ദോദാന്റെ പുത്രന്മാർ അശൂരിയും ലത്തൂരിയും ലയൂമീം എന്നിവർ. മിദ്യാന്റെ പുത്രന്മാർ യഫ, യേഫർ, ഹാനോക്, അബീദ, എൽദാഗ എന്നിവർ. ഇവരെല്ലാവരും കെതൂറയുടെ മക്കൾ. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. കണ്ടോ അബ്രഹാമിന്റെ പരിപാടി? കണ്ടോ അബ്രഹാം ഇത്രയും മക്കൾ ഉണ്ടായിട്ടും അബ്രഹാം കൊടുക്കേണ്ടത് ആർക്കാ കൊടുത്തത്? ഇസഹാക്കിനെ കൊടുത്തുള്ളൂ. അവകാശം പറയാൻ ആരും അനുവദിച്ചില്ല. അബ്രഹാമിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണോ, അങ്ങനെ വേണം. അബ്രഹാമിനെ പോലെ ധൈര്യമുള്ള ചങ്കൂറ്റമുള്ളവനായിരിക്കണം. ശരിയാണ്, എല്ലാം ശരിയാണ്. പക്ഷെ ദൈവത്തിന്റെ ഹിതപ്രകാരം വാഗ്ദത്തം പറഞ്ഞു വന്ന സന്തതി ഒരുവനേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇസ്ഹാക്ക് മാത്രമേ ഉള്ളൂ. ഇസ്മായേൽ പോലും ഇല്ല, ഈ പുത്രന്മാരാരുമില്ല. അതുകൊണ്ട് ദൈവിക വാഗ്ദത്തം പറഞ്ഞവന് മാത്രമേ അവകാശങ്ങളെ ഞാൻ കൊടുക്കത്തുള്ളൂ എന്നുള്ള അബ്രഹാമിന്റെ തീരുമാനം. അപ്പം ഇവിടെ ആ അബ്രഹാമിന്റെ തീരുമാനത്തിൽ ദൈവിക വാഗ്ദത്തത്തിൽ ജനിച്ചവനായ ഇസഹാക്കിന് അബ്രഹാം എന്ത് ചെയ്തു? അവകാശങ്ങളെ കൊടുത്തു. നമ്മളാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ചർച്ചിലെ മീറ്റിംഗ് നടത്തുമ്പോൾ നോക്കി 10 ഉപദേശിമാർ വന്നാൽ 10 പേരെയും പിടിച്ച് മണ്ടയിരിക്കും, അല്ലേ? കസേര ഇല്ലെങ്കിൽ 2 കസേര അടുപ്പിച്ചിട്ട് 3 പേരെ 2 കസേര ഇരുത്താൻ ശ്രമിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും എല്ലാവരും സന്തോഷിപ്പിച്ചേക്കാവുന്ന. പക്ഷെ അബ്രഹാം ആ ടൈപ്പ് അല്ല. അബ്രഹാം ദൈവം എന്ത് പറയുന്നു അതനുസരിക്കുവാൻ തയ്യാറുള്ളവനായിരുന്നു അബ്രഹാം. കർത്താവ് നമ്മളെ കുറിച്ച് ദൈവമക്കൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ പറയുന്നത് അനുസരിക്കണം. അത് നമ്മൾ ഭാര്യയാണോ, ഭർത്താവാണോ, അപ്പനാണോ, അമ്മയാണോ, മക്കളാണോ, കൊച്ചുമക്കളാണോ നമ്മൾ നോക്കാൻ പറ്റത്തില്ല. ദൈവം എന്ത് പറയുന്നു അവൻ പറയുന്നത് അതേപടി അനുസരിക്കുന്നവരെ അവൻ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാനിപ്പം ഉദാഹരണം പറയും, ഇപ്പം ഞാൻ സിസിയെ കല്യാണം കഴിച്ചു, ഞാനും സിസിയും ജീവിക്കുന്നു. ഉടനെ കർത്താവിനോട് പറയുക, ഇന്നത്തെ മീറ്റിങ്ങിന് സിസിയെ ഇരുത്തണ്ട, വേറെ ഇരുത്തി പ്രസംഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും അത് ശരിയല്ലല്ലോ, കർത്താവ് അങ്ങനെ പറയുമോ? കുറച്ച് കഴിയുമ്പോൾ കർത്താവ് പറയുക, എടാ നിന്റെ സ്വത്തിന്റെ പകുതി എടുത്ത് നീ അപ്പുറത്തെ
പരമേശ്വരന്റെ മക്കൾക്ക് എഴുതി കൊടുത്തേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അങ്ങനെ പറയുമോ? നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ വിചാരം കർത്താവ് നമ്മുടെ നിയമത്തിനപ്പുറത്ത് പ്രവർത്തിക്കത്തില്ലെന്ന്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എനിക്ക് ശേഷം എന്റെ മക്കൾക്ക്, അതിനുശേഷം അവരുടെ മക്കൾക്ക്, അതിനുശേഷം ദൈവത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. അബ്രഹാമിന്റെ മക്കൾ ആരും? ഇവരെല്ലാവരും. പക്ഷെ ഒരുവനെ കൊടുക്കുവാൻ ദൈവം ആഗ്രഹിച്ചുള്ളൂ, ദൈവം അവനെ കൊടുത്തുള്ളൂ. ദാവീദിന് ഇഷ്ടം പോലെ മക്കളുണ്ട്, പക്ഷെങ്കിൽ ബേർശേബയിൽ ജനിച്ച ഒരു കൊച്ചിന് മാത്രമേ അനുഗ്രഹം കൊടുക്കാൻ ദൈവം താല്പര്യം കണ്ടുള്ളൂ. ദൈവം അതേ ചെയ്തുള്ളൂ. ഒന്ന് ഓർത്തു നോക്കിക്കേ, കർത്താവിന്റെ പരിപാടി ഓർത്തു നോക്കിക്കേ. ഇത് നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ്, എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. ഇപ്പം ഒരു മരിച്ചടക്ക ശുശ്രൂഷയിലൊക്കെ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ 100, 150, 200 പേരൊക്കെയാണ് അനുശോചന സന്ദേശം പറഞ്ഞത്. അനുശോചനം എന്തിനാണെന്നറിയാമോ? വരുന്നവരെ എല്ലാവരും ഒന്ന് സന്തോഷിപ്പിച്ച് വിടണം. പലരും ചെല്ലുന്നത് തന്നെ ഒരു കൈമടക്ക് കിട്ടുമെന്നോട്ടാ ചെല്ലുന്നത് പോലും. ആ വീട്ടുകാരോട് സ്നേഹമുണ്ടായിട്ടോ ഈ മരിച്ച പുള്ളിയെ കുറിച്ച് അറിയാൻ മേലാത്ത പോലും അവിടെ ചെന്ന് പറയും ഇച്ചായ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? വരുന്നവരെ കയറ്റിയില്ലെങ്കിൽ കുഴപ്പം. ഒന്ന് ഓർത്തു നോക്കിക്കേ, ദൈവം അങ്ങനല്ല. അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അതിന്റെ അർത്ഥം അബ്രഹാം എന്തുമാത്രം ധനവും സമ്പന്നവും ആയിരുന്നോ, ദൈവം അബ്രഹാമിന് കൊടുത്ത എലോഹീം, സർവശക്തനായ ദൈവം അബ്രഹാമിന് കൊടുത്തതൊക്കെയും അബ്രഹാം ദൈവം പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ അബ്രഹാം ഇസഹാക്കിന് കൊടുത്തു. 6-ാം വാക്യം, അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ, കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, വെപ്പാട്ടികളുടെ മക്കൾക്കോ, ഒരാളൊന്നല്ല. അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. അവർക്ക് എന്തുവാ കൊടുത്തേ? ഗിഫ്റ്റ്. അവകാശം മുഴുവൻ ആർക്ക് കൊടുത്തു? അവകാശം മുഴുവൻ ഇസഹാക്കിന് കൊടുത്തു. ഇസഹാക്ക് അവകാശിയായി. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുവൻ അവകാശിയാകുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. എന്തുവാന്നൊരു പ്രത്യേകത? ഒരുവൻ അവകാശിയാകുമ്പോൾ അവനുള്ള പ്രത്യേകത, അവൻ അധികാരമുള്ളവന്. ദാനം കിട്ടുന്നതിന് അധികാരമില്ല. മക്കളെങ്കിൽ അവകാശികളാകും. നിനക്ക് ദാനമല്ല ദൈവം തരുന്നത്, സാൽവേഷൻ നിനക്ക് ദാനമായി തന്നു. അത് തന്നു കഴിഞ്ഞപ്പോൾ നീ അവന്റെ മകനായി കഴിഞ്ഞപ്പോൾ നീ അവകാശിയായി. അവകാശികളെങ്കിൽ നമുക്ക് കർത്താവിനോടുകൂടെ എന്തുണ്ട്? നമുക്ക് അവനോടുകൂടെ നിൽപ്പാനുള്ള പ്രാഗൽഭ്യമുണ്ട്. എല്ലാ നന്മകളുടെയും അവകാശികളായിട്ട് നമ്മൾ മാറും. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. അപ്പോൾ അബ്രഹാം ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അവൻ എന്താ കൊടുത്തത്? ദാനങ്ങൾ കൊടുത്തു. എല്ലാവരെയും വിളിച്ചിട്ട്, എടാ നിനക്ക് ഇത്രയും, നിനക്ക് 2 കഴുത, 1 ഒട്ടകം, 1 കിലോ സ്വർണം കൊണ്ടുവെക്കൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, വിട്ടു. പറഞ്ഞു വിട്ടു. അപ്പൊ പലർക്കും ചോദിക്കാം, എടോ താനെന്നാ പരിപാടിയാ കാണിക്കുന്നത്? എന്റെ മനുഷ്യ താനെന്നാ കാണിക്കുന്നത്? കെതുറയ്ക്ക് ചോദിക്കാം, ഹാഗാറിന് ചോദിക്കാം, ആർക്കും ചോദിക്കാം. അബ്രഹാമിന്റെ തീരുമാനം അബ്രഹാമിനെ മാറ്റമില്ല. നമ്മളാണെങ്കിലോ ഒരു എക്സ്ക്യൂസ് ഒക്കെ പറയാൻ ശ്രമിക്കും. അതേ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പൊ ഒന്ന് തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ ആലോചിക്കാം എന്ന് പറയുമ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. തീർന്നു, അതാ അതിന്റെ അർത്ഥം. എന്നാൽ അബ്രഹാം അങ്ങനല്ല. അബ്രഹാം എല്ലാ മക്കളെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു, മക്കളെ ഇതേ നീ നോക്കിക്കോ, ഞാൻ മരിച്ചതിന് ശേഷം എന്റെ അവകാശി ആരാ? ഇസഹാക്ക്. അവനായിരിക്കും ഇനി ഇവിടുത്തെ രാജാവ്. അവനായിരിക്കും സർവ്വത്തിന്റെയും ഉടമസ്ഥൻ. ഏലയാസർ റിബേക്കയുമായി മടങ്ങി വരുമ്പോൾ റിബേക്ക നോക്കിയപ്പോൾ ഒരുവൻ നടന്നു വരുന്നത് കണ്ടു. ഇവൻ ആരാന്ന് ചോദിച്ചു ബെർലോഹി വെച്ച്. ഉടനെ ഏലയാസർ പറഞ്ഞു, ഇവൻ എന്റെ യജമാനനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലയാസറിന് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അബ്രഹാമിന് ശേഷം ഇസഹാക്ക് ആയിരിക്കും യജമാനൻ എന്ന് അവൻ അറിയാമായിരുന്നു. മറ്റുള്ളവർക്ക് അത് അറിയത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹാഗാറിന് ജനിച്ച മകൻ പരിഹാസി എന്ന് കണ്ടപ്പോൾ സാറ അബ്രഹാമിനോട് ഇവനെ തള്ളയും പുറത്താക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ അവന്റെ തനി നിറം കാണിക്കാൻ തുടങ്ങി. അവൻ അവന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിനോട് സാറ പറഞ്ഞു, പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം അവൻ യജമാനനാകണം, അവൻ അവകാശിയാകണം എന്ന് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. അവിടെയാണ്
സാറ പറയുന്നത്. അതുകൊണ്ടാണ് നാം എവിടെ കണ്ടാലും അറിയാം അബ്രഹാം സ്നേഹിച്ചതും, അബ്രഹാം യാഗം കഴിക്കാൻ 22-ാം അധ്യായത്തിൽ പോകുമ്പോൾ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകൻ ഇസഹാക്കിനെ തന്നെ എന്ന് പറയുന്നതിന്റെ കാരണം നിനക്ക് ഒരു മകനേ ഉള്ളൂ, അവനെയാണ് നീ കൂടുതൽ സ്നേഹിക്കുന്നത്, അവന്റെ ഹൃദയത്തോടാണ് നീ പറ്റിച്ചേർന്നിരിക്കുന്നത്, അവനെ തരാൻ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ, മറ്റൊന്നും തരുവാൻ നിനക്ക് ബുദ്ധിമുട്ടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനായ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ എന്ന് പേരെടുത്തു പറഞ്ഞു. അല്ലെങ്കിൽ ഇസ്മായേലിനെയോ യോഷ്കാനെയോ ശെബയെയോ കൊണ്ടുപോയി അബ്രഹാം യാഗം കഴിച്ചു. അതുകൊണ്ട് കർത്താവിനറിയാം, കർത്താവ് അതുകൊണ്ട് എപ്പോഴും നിന്നോട് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കാര്യമേ കർത്താവിന് വിട്ടുകൊടുക്കാൻ കർത്താവ് പറയുന്നുള്ളൂ, അല്ലാതെ പറയത്തില്ല. നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്തുവാ അത് കൊടുക്കാൻ കർത്താവ് പറയും. നീ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ആണോ, ഒരു പ്രൊഫഷൻ ആണോ, കർത്താവ് പറയും ആ പ്രൊഫഷൻ നീ പോകണ്ട, എന്റെ പുറകെ പോന്നേക്കാൻ പറയും. നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു പ്രത്യേക വസ്തുവാണോ അതെനിക്ക് വിട്ടുതരാൻ പറയും. KP യോഹന്നാൻ പണ്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഓപ്പറേഷൻ മൊബിലൈസേഷനിലേക്ക് പോകുമ്പോൾ അവരുടെ വണ്ടി കേടായി. അപ്പോൾ വണ്ടി കേടായി പോയി കഴിഞ്ഞപ്പോൾ ടയർ മാറാൻ ഇവരുടെ കയ്യിൽ അങ്ങനത്തെ കൈ പൈസ ഇല്ല. അപ്പൊ എല്ലാവരുടെ കയ്യിലും നോക്കിയപ്പം KP യോഹന്നാന്റെ കയ്യിൽ മാത്രം ഒരു വാച്ച് കിടപ്പുണ്ട്. അത് അമ്മ കൊടുത്ത വാച്ചാ. അപ്പൊ അമ്മ കൊടുത്ത വാച്ച് കണ്ടതിന് ശേഷം ഈ ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഒരാൾ വന്ന് KP യോഹന്നാനോട് ഇങ്ങനെ നോക്കിയ ശേഷം ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. എന്നാ പുള്ളി ഇങ്ങനെ വാച്ച് മൂടി പിടിച്ച് പറഞ്ഞു ഒന്നുമില്ല, ആരെങ്കിലും ഒന്നുമില്ലേന്ന് പുള്ളി പറഞ്ഞു. ഈ പുള്ളിയുടെ വാച്ച് കണ്ടപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു ഈ വാച്ച് വിറ്റാൽ നമുക്ക് ടയർ മാറാനുള്ള പൈസ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ KP യോഹന്നാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നത് തന്നെയാ, കർത്താവെ ഒരു കാരണവശാൽ ഈ വാച്ച് ചോദിക്കരുതേ, എന്റെ അമ്മ തന്ന വാച്ച് അത് ചോദിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ പുള്ളി പുറകിക്കുറ വന്ന് നോക്കിയതിനു ശേഷം യോഹന്നാനെ നിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിങ് തരാമോ എന്ന് ചോദിക്കുക. അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞു സാറെ വരെ നീ തരണ്ട, നീ പ്രാർത്ഥിക്ക്, ദൈവം പറയുകയാണെങ്കിൽ തന്നാ മതി, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തോന്നുക കൊടുക്കുന്നു. ഇല്ല ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെയും തോന്നുക കൊടുക്ക്. പുള്ളി പറഞ്ഞു ഇല്ല ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഏറ്റവും വാച്ച് അഴിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ആ വാച്ച് അഴിച്ചത് കൊടുത്തതോടുകൂടി മനസ്സൊന്ന് ഫ്രീ ആയെന്ന് പറഞ്ഞു. കാരണം ഈ മനസ്സിൽ കടക്കുക കൊടുക്കണോ വേണ്ടയോ. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്ത് കൊടുക്കുവാനാണോ അതൊന്ന് കൊടുത്ത് പഠിച്ചു നോക്ക്. അന്ന് മുതലുണ്ടാകുന്ന സമാധാനം ഭയങ്കരമായിരിക്കും. നിനക്ക് പലർക്ക് സമ്പത്ത് കൊടുക്കാനാണ് ബുദ്ധിമുട്ട്, ബാക്കിയൊന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾ സമയം കൊടുക്കും, നിങ്ങൾ ഫുഡ് കൊടുക്കും, നിങ്ങൾ വണ്ടി കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ കാശ് കൊടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർ ഇന്ന് മുതൽ നിങ്ങളുടെ ദശാംശം 10 ആണെങ്കിൽ ഒരു 12% ഈ പ്രാവശ്യം മുതൽ ഒരു മടി കൂടെ അത് കൊടുത്തു നോക്കിക്കേ. ഒരു 3 പ്രാവശ്യം കൊടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ സമ്പത്തിനോടുള്ള അത്യാർത്തി ഒന്ന് കുറയും. 2 പിടിച്ചു വെക്കാൻ പോകുന്നില്ല, പിന്നെ കൊടുക്കാൻ തോന്നും. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ ഏറ്റവും കൂടുതൽ പിടിച്ചു വെക്കുന്നതാ കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതേ കർത്താവിന് ഇഷ്ടമുള്ളൂ. അപ്പോ അത് നമ്മൾ തിരിച്ചു വരാം. ഓക്കെ, അബ്രഹാം വെപ്പാട്ടികളുടെ മക്കൾക്കും അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനെ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. എന്തുവാ ചെയ്തത്? അവൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ, മരിച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോളാം പറഞ്ഞില്ല അബ്രഹാം ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു, ഉറപ്പിച്ചു, നിയമങ്ങൾ എഴുതി, പറയാനുള്ളത് പറഞ്ഞു, എല്ലാം സെറ്റിൽ ചെയ്തു. ഇസ്ഹാക്കിനെ ഒരു സ്ഥലത്താക്കി അവനെ ബലപ്പെടുത്തി അവനെ അധികാരിയാക്കിയതിനു ശേഷമാണ് അബ്രഹാം മരിക്കും. അതുകൊണ്ട് ഇസ്ഹാക്കിനെ കൂടുതൽ ഭാരപ്പെടണ്ട. ഇത് സത്യം പറഞ്ഞ ഒരു ദൈവ പൈതലിനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു ഓർഡറിലായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഓർഡറിലായിരിക്കണം. ഒരു പുസ്തകം കൊണ്ടുവന്നു, അപ്പുറത്തോട്ട് ഇട്ടു. സോക്സ് എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു. ഷൂ എടുത്ത് അപ്പുറത്തോട്ട് എറിഞ്ഞു. പാൻസ് എടുത്ത് ഒരിടത്ത് തൂക്കി. നിക്കർ എടുത്ത് അപ്പുറത്ത് തൂക്കി. പിറ്റേ ദിവസം അമ്മേ എന്റെ സോക്സ് കണ്ടോ എന്നൊരു ചോദ്യം. ഓർത്ത് നോക്കിക്കേ. എന്നാൽ അങ്ങനല്ല. നമ്മൾ ഓർത്തോണം, കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഓർഡർ ഉള്ളവരായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർഡർ ആയിട്ട് ചെയ്യണം. ഈ ഓർഡർ ഉള്ളവനെ കർത്താവിന് ഇഷ്ടമാണ്. ഈ ഓർഡർ ഇല്ലാത്തവനെ കുറിച്ച് കർത്താവ് വലിയ താല്പര്യമില്ല. ഈ മടിയനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. മടിയൻ ഉറങ്ങിക്കിടക്കും. അവൻ ഉറക്കം മാത്രമല്ല, അവന്റെ കൈ എടുത്ത് തുടകൾക്കിടയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങും. വഴിയിൽ സിംഹമുണ്ട് എന്നവൻ പറയും.
ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരുമെന്ന്. വഴിപോക്കൻ, വിസിറ്റർ. അതായത് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? നീ സ്ഥിരം ദരിദ്രനായിരിക്കും അതിന്റെ അർത്ഥം, വേറൊന്നുമല്ല. വഴിപോക്കൻ എപ്പോഴും വഴിപോക്കന്മാര് വന്നുകൊണ്ടിരിക്കും അല്ലേ, എപ്പോഴും വഴിപോക്കര് കാണും. അതിന്റെ അർത്ഥം എടാ നിന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറത്തില്ല, കാര്യം നീ ഉഴപ്പനായത്. അപ്പോ ഇവിടെ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ ഈ പോയിന്റ് ശ്രദ്ധിക്കാറില്ല. നമ്മൾ കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയത്തുള്ളൂ. അബ്രഹാമിനെ കുറിച്ച് നോക്കണം. അബ്രഹാമിന്റെ പ്രത്യേകത, അബ്രഹാം കാര്യങ്ങൾ അപ്പോൾ സെറ്റിൽ ചെയ്യുന്നവനായിരുന്നു. അവന്റെ ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ, മക്പേല ഗുഹ മേടിക്കുവാൻ പോകുമ്പോൾ അവിടെ ചെന്ന് അവൻ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. തൽക്കാലം നടക്കിക്കോട്ടെ എന്നല്ല, ഞാൻ വില കൊടുത്തേ വാങ്ങിക്കത്തുള്ളൂ. 1 കോടി രൂപയ്ക്ക് മേളിലാണ് അബ്രഹാം വില കൊടുത്തത്. 1 കോടി രൂപയ്ക്ക് മേളിൽ. അതിനുശേഷമാണ് അബ്രഹാം അത് മേടിക്കുന്നത്. മക്പേല ഗുഹയിൽ നിന്ന് നിലവും അതിലെ മരങ്ങളും അതിർത്തിയിൽ നിൽക്കുന്ന മരങ്ങളും മേടിച്ചത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് സാറ മരിച്ചപ്പോൾ. അപ്പോൾ ചെയ്തു, താൻ ജീവനിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കിൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അവരെ അയച്ചു. അവരെ അവൻ മാറ്റി. അബ്രഹാമിനെ സ്വതന്ത്രനാക്കി, അല്ല ഇസ്ഹാക്കിനെ സ്വതന്ത്രനാക്കി. അബ്രഹാമിന്റെ ആയുഷ്കാലം 175 സംവത്സരം ആയിരുന്നു. അബ്രഹാം 175 വർഷം ജീവിച്ചു. നിങ്ങൾ ആരെങ്കിലും 175 ദിവസം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് കർത്താവ് ആയുസ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയുസ് ചോദിക്കുന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ എന്തിനു വേണ്ടി ചോദിക്കുന്നു എന്നുള്ളത് മാത്രം ഓർത്താണ്. കർത്താവ് എനിക്ക് മരിക്കാൻ പേടിയായതുകൊണ്ട് ആയുസ് തരണമേ എന്നല്ല പറയേണ്ടത്. കർത്താവെ എനിക്ക് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിറവേറുവാൻ എനിക്ക് ആയുസ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ 8-ാം വാക്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ് വാർദ്ധക്യം. നമ്മൾ നരച്ച മുടിയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പം നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നറിയുന്നത്, നമുക്ക് കടമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്, ആരോഗ്യമുള്ളത്, ഒരു വണ്ടിയൊക്കെ എടുത്ത് നല്ല ഓടിച്ചു നടക്കാൻ പറ്റുന്നത്. വണ്ടി ഓടിക്കാൻ ആഗ്രഹമില്ലാത്തവർക്കാണെങ്കിൽ വീട്ടില് നിങ്ങൾ ഇഷ്ടമുള്ള ഇപ്പൊ കപ്പയും ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാനാണോ അതൊക്കെ മേടിച്ച്, ഇറച്ചിയൊക്കെ മേടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിക്കാൻ പറ്റുന്നത്, ഇതൊക്കെ ഒരു സുഖമാ ജീവിതത്തിൽ. അപ്പം ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറയുന്നത്, നമ്മൾ പലപ്പോഴും എപ്പോഴും ഞാൻ കാണാറുണ്ട്, നമ്മളൊക്കെ ഭയങ്കര ഇന്നത്തെ കാലത്ത് ഭയങ്കര ഡയറ്റ് കൺട്രോളാണ്. ഇത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇങ്ങനെ കഴിക്കരുത്, അങ്ങനെ കഴിക്കരുത്. സത്യം പറഞ്ഞ ഒന്നും കഴിക്കാൻ മേലാത്ത അവസ്ഥയാണ്. പറഞ്ഞു പച്ചവെള്ളം പോലും ചവച്ച് കുടിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഇല എടുത്ത് ഇങ്ങോട്ടിട്ടു, ഒരു ഇല എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടു, അതിനുശേഷം ഒരു തുള്ളി എണ്ണ ഒഴിച്ചു, എണ്ണയുടെ എല്ലാം നമ്മൾ ഇങ്ങനെ നോക്കും. നമ്മൾ അങ്ങനെയല്ല. അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം 175 വയസ്സിലാണ് മരിച്ചത്. അബ്രഹാം വയോധികൻ, കാലസമ്പൂർണനും, നല്ല വാർദ്ധക്യത്തിൽ തന്റെ പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. ഉണ്ടോ? അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പദപ്രയോഗമാണ്. എന്റെ ഒരു ആഗ്രഹമാണ്, നമ്മൾ ഓരോരുത്തരും കർത്താവ് വരുന്നതിന് മുമ്പ് മരിക്കുമ്പോൾ നമ്മൾ വയോധികരും കാലസമ്പൂർണരും ആയി എല്ലാ നന്മകളും അനുഭവിച്ച് നല്ല വാർദ്ധക്യത്തിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അടുത്തേക്ക് പോകണം. അല്ലാതെ തളർന്നു കടന്നു ഒരാൾ നോക്കാൻ, കുറച്ച് കഴിയുമ്പോൾ ഹോം നേഴ്സ് നോക്കാൻ, അങ്ങനെ ആകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോരുത്തർക്ക് വേണ്ടി. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് തന്റെ ജനത്തോടെ. കണ്ടോ, അബ്രഹാമിനെ കുറിച്ച് നോക്കിയാൽ അബ്രഹാം എല്ലാം പെർഫെക്റ്റ് ഓർഡർ ചെയ്തു, എല്ലാം റെഡിയാക്കി. അബ്രഹാമിനെ ഭാരപ്പെടാനില്ല, എല്ലാം ചെയ്തു കഴിഞ്ഞു അബ്രഹാം. ഒരിടത്ത് ഇപ്രകാരം ഒരു തമാശ ഞാൻ കേട്ടു. ഒരു വ്യക്തി വിൽപത്രം എഴുതി വെച്ചു, വിൽപത്രം മക്കളുടെ പേരിൽ. എന്നിട്ട് എഴുതി വെച്ചപ്പോ ഞാൻ പറഞ്ഞു തരാൻ നോക്കുന്നത് നാട്ടിൽ വെച്ച് കേട്ടതാണ്, പറഞ്ഞാൽ ഓർക്കുന്നില്ല. വിൽപത്രം എഴുതി വെച്ചു. എന്നിട്ട് എഴുതി വെച്ചാൽ പറഞ്ഞു, ഇന്ന സ്ഥലം ഇന്നയാൾക്ക്, ഇന്നയാൾക്ക് ഇന്ന സ്ഥലം, ഇത്ര ലക്ഷം രൂപ ഇന്നയാൾക്ക്. അതിനുശേഷം അവസാനം അവരുടെ മരണശേഷം ഇതെല്ലാം എന്റേതായിരിക്കും. മക്കൾക്ക് എഴുതി വെക്കുക. അപ്പൊ ഈ പുള്ളിയുടെ ആഗ്രഹം എന്താണെന്നറിയോ? മക്കൾ മരിച്ചാലും പുള്ളി പോകത്തില്ല എന്നോർത്താണ് പുള്ളി എഴുതുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇതാണ് ലോകം. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് അങ്ങനല്ല പറയുന്നത്. അബ്രഹാം ഇസ്ഹാക്കിനെ ഏൽപ്പിച്ചു. അബ്രഹാം പറഞ്ഞു, മകനെ എന്റെ മരണസമയമായിക്കൊണ്ടിരിക്കുന്നു. ഓർക്ക, യാക്കോബ് യോസഫിനടുത്തായിരുന്നപ്പോൾ യോസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ ഞാൻ എന്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ, കാരണം എന്റെ മരണത്തിന് സമയമായി.
ഓർത്ത് നോക്കിക്കേ, അങ്ങനെ അറിയുവാൻ സാധിക്കുക എന്നുള്ളതൊക്കെ എന്ത് നന്മ. അവന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മയേലും കൂടി മമ്രേക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മക്പേല ഗുഹയിൽ അടക്കം ചെയ്ത പ്രധാനപ്പെട്ട 6 വ്യക്തികൾ. 1 അബ്രഹാമിന്റെ ഭാര്യ സാറായി. 2 ഇസഹാക്കും ഇസഹാക്കിന്റെ ഭാര്യ റിബേക്കയും. 3 യാക്കോബിന്റെ ഭാര്യ ലേയും. റേച്ചലിനെ അടക്കിയില്ല, റേച്ചലിനെ വരുന്ന വഴിക്കായിരുന്നതുകൊണ്ട് വേറെ സ്ഥലത്ത് അടക്കിയത്. ഈ 6 പേരെ ഇതിന് ശേഷവും ആളുകളെ അവിടെ അടക്കി. ഇതിന് ശേഷമാണ്. അപ്പോൾ ഇത് അബ്രഹാമിന്റെ കുടുംബക്കല്ലറ. അബ്രഹാം കുടുംബത്തിന് വേണ്ടി മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അബ്രഹാം അവിടെയാണ് അബ്രഹാമിനെ അടക്കുന്നത്. അബ്രഹാം നേരത്തെ പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ നിന്റെ അമ്മ കിടക്കുന്നതിന് അടുത്ത് കൊണ്ടിട്ടേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അബ്രഹാം മരിച്ചു. അബ്രഹാമിന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മയേലും കൂടി. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കണേ, ഈ കെതൂറായെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കെതൂറായ്ക്ക് 6 മക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ വെപ്പാട്ടിമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടക്കുവാൻ വന്നപ്പോൾ അബ്രഹാമിന്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മയേലും എന്ന് എഴുതിയിരിക്കുന്നു. മറ്റുള്ള മക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം ഇസ്മയേലിന് എന്ത് പറഞ്ഞാലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇസ്മയേല് നിയമപരമായി അബ്രഹാമിന്റെ മകനായി ജനിച്ചവനായിരുന്നു. പക്ഷെ വാഗ്ദത്ത സന്തതി അല്ല എന്ന് മാത്രമേ. ഇസ്മയേലിനെ സാറ വിളിച്ച് കൊടുപ്പിച്ച് ഉണ്ടായൊരു പൈതല. അതുകൊണ്ട് അവന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അവന്റെ പുത്രന്മാരെ ഇസഹാക്കും ഇസ്മയേലും എന്ന് പറയുവാൻ കാരണം. വാഗ്ദത്ത സന്തതി അല്ല, പക്ഷെ അവൻ അറിവോടും സമ്മതത്തോടും സാറയുടെ അനുവാദത്തോടും കൂടി ഉണ്ടായൊരു കുട്ടിയായിരുന്നു. കൂടി മമ്രേക്കരികെ സോഹരിന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. മക്പേല എന്ന സ്ഥലത്ത് എന്നുള്ള ഗുഹയിൽ ആരെ അടക്കം ചെയ്തു? അബ്രഹാമിനെ അടക്കം ചെയ്തു. ഇവിടെ നാം ഈ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ, അബ്രഹാം അവസാനം ഒത്തിരി ഭാരപ്പെട്ടു, വെള്ളം ചോദിച്ചു, മകൻ വെള്ളം എടുത്തു കൊടുത്തു, കണ്ണുകളെ അടച്ചു എന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇവിടെ എഴുതിയിരിക്കുന്നതാകെ അബ്രഹാം നിദ്ര പ്രാപിച്ചു, കർത്താവിൽ അവൻ നിദ്ര പ്രാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തന്റെ നീതിമാന്റെ മരണം ഉറക്കം പോലെ. അവൻ കിടന്നുറങ്ങും, സുഖമായിട്ട് കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ അവൻ മരിച്ചു കിടക്കും. ഇവിടെ അബ്രഹാമിന്റെ പുത്രന്മാരെ ഇസഹാക്കും ഇസ്മയേലും കൂടി മമ്രേക്കരികെ സോഹരന്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യന്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. 10-ാം വാക്യം, അബ്രഹാം ഹിത്യരോട് വാങ്ങിയ നിലത്ത് തന്നെ അവൻ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണിത്, ഈ 10-ാം വാക്യം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഒരുവൻ 10-ാം വാക്യം മാത്രം എടുത്താണ് വായിക്കുന്നത് എങ്കിൽ ഇവിടെ കേൾക്കാൻ പോകുന്നത് അബ്രഹാം ഹിത്യരോട് വാങ്ങിയ നിലത്ത് അവിടെ അബ്രഹാമിന്റെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു എന്ന് വായിക്കുന്നു. ഇത് വായിക്കുമ്പോൾ സാധാരണ വായിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നത് 2 അഭിപ്രായങ്ങളാണ്. ഒന്നെങ്കിൽ അവർ ഒരുമിച്ച് മരിച്ചു, അബ്രഹാമും സാറായി, അല്ലെങ്കിൽ അബ്രഹാം മരിച്ചതിന് ശേഷമാണ് സാറ മരിച്ചത് എന്ന് ആളുകൾക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ വാക്യം മാത്രം വായിക്കുന്നവന് അതേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെയാണ് ആളുകൾക്ക് വചനത്തിലെ അറിവിൽ കുറവ് വരുന്നത്. കാരണം നമ്മൾ ഒരു ഭാഗം അവിടുന്ന് എടുത്ത് വായിച്ചതിന് ശേഷം ഇതിങ്ങനെ എഴുതിയിരിക്കുന്നെന്ന് പറഞ്ഞ് തർക്കിക്കും. പിന്നെ അത് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവന്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. അതായത് സാറായാണ് ആദ്യം അവിടെ അടക്കപ്പെട്ടത്. സാറ മരിച്ചത് അബ്രഹാമിന് 137 വയസ്സ് ഏകദേശമുള്ളപ്പോഴാണ്. അപ്പം 47, 57, 67, 77 ഏകദേശം 38 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാം മരിക്കുന്നത്. 38 വർഷം, 38 അല്ല, 38 വർഷത്തിന് ശേഷം അബ്രഹാം മരിക്കുന്നു. അപ്പോൾ ആദ്യം സാറായി അടക്കി, അതിനുശേഷം 38 വർഷത്തിന് ശേഷം അവന്റെ ഭാര്യ അവൻ അബ്രഹാമിനെയും അവിടെ അടക്കി. 11-ാം വാക്യം, അബ്രഹാം മരിച്ച ശേഷം അവന്റെ മകനായ ഇസഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്ക്
ലഹൈ ലോരിക്കരികെ പാർക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് വായിക്കാൻ ആ വാക്ക്. ഓക്കെ. അബ്രഹാം മരിച്ച ശേഷം ദൈവം തന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇപ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു വാക്യം, അബ്രഹാം മരിച്ച ശേഷമാണ് അവർ ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇത് വായിക്കുമ്പോൾ പലപ്പോഴും പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം, ഇപ്പൊ എല്ലാവരും പറയും, നിന്റെ ജീവിതത്തിൽ അബ്രഹാം മരിച്ചാലേ ദൈവം നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. ഒറ്റ സംസാരമാണ്. എന്റെ ദൈവമക്കളെ, അങ്ങനെ അല്ല ഇതിന്റെ അർത്ഥം. അപ്പൻ ഉണ്ടായിരുന്നപ്പോൾ മക്കളുടെ മേൽ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇസ്ഹാക്ക് സമ്പന്നനായിക്കൊണ്ടിരുന്നു. പക്ഷെ അത് ഇസ്ഹാക്കിന്റെ പേരിലല്ല രേഖപ്പെടുത്തിയത് അപ്പന്റെ പേരിൽ നിന്ന് മാത്രമേ. അപ്പൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഇസ്ഹാക്കിന്റെ പേരിൽ രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഈ അനുഗ്രഹങ്ങൾ ഇസ്ഹാക്കിന്റെയാണ്. സാധാരണക്കാരൊറ്റ പ്രസംഗമാണ്. നിന്റെ ജീവിതത്തിൽ ഉസ്സാ മരിച്ചാൽ കർത്താവ് ഉയർന്നതും പൊങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും. ഉടനെ എല്ലാവരും ഉസ്സായെ നോക്കി നടക്കുക. നിന്റെ ജീവിതത്തിൽ തേരഹ മരിച്ചാൽ നിനക്ക് ഊരിന്റെ പ്രദേശത്ത് നിന്ന് വിട്ടുപോകാൻ പറ്റും. ഉടനെ എല്ലാവരും നോക്കിയിരിക്കുക, ആരെങ്കിലും മരിക്കാൻ, എന്തെങ്കിലും സംഭവിക്കാൻ. ഒന്നും വേണ്ട. ഇവിടെ പറയുന്നു, അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അതിന്റെ അർത്ഥം ഇതിനു മുൻപും ഇസ്ഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് റിബേക്ക അവന് ഭാര്യയായിട്ട് ലഭിച്ചത്. അതൊരു അനുഗ്രഹമായിരുന്നു. ഇസ്ഹാക്ക് അതിനു മുമ്പ് ഇസ്ഹാക്കിന്റെ മേൽ വലിയൊരു അനുഗ്രഹം ഉണ്ടായി. എന്തുവാണെന്നറിയാമോ? ഇസ്ഹാക്കിനെ മോറിയ ദേശത്തോളം ഒരു പ്രത്യേക മലയിൽ വെച്ച് ഈ യാഗം കഴിക്കുവാൻ പിടിച്ചപ്പോൾ അവൻ അപ്പനെ ഉന്തിയിട്ടേച്ച് ഓടിപ്പോയില്ല. അവൻ പറഞ്ഞു, അപ്പാ, നീ സേവിക്കുന്ന ദൈവത്തെ എനിക്കറിയാം, നീയും ദൈവം തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം പറയാതെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ എന്നെ പിടിച്ചു കിടത്തിക്കോ. ഈ യാഗം എന്നെ കഴിക്കണമെങ്കിൽ എന്നെ കഴിച്ചോ. കാര്യം കർത്താവ് പറയുന്നത് മാത്രം ചെയ്തൊരു അപ്പനാ നീ. അതുകൊണ്ട് ആ അപ്പനെ ഏൽപ്പിച്ചു തരാൻ എനിക്ക് തയ്യാറാന്ന് പറഞ്ഞവനാ ഇസ്ഹാക്ക്. അതാണ് ഇസ്ഹാക്കിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മക്കള് നമ്മളെ കണ്ടിട്ട് ഇത് തന്നെ പറയണം. എന്റെ അപ്പൻ കാണിക്കുന്ന പരിപാടി എനിക്കറിയാം എന്നല്ല, എന്റെ അപ്പൻ എന്റെ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനാ. എന്റെ അപ്പനെ എനിക്കറിയാം എന്ന്, അല്ലെങ്കിൽ എന്റെ അമ്മയെ എനിക്കറിയാമെന്ന് പിള്ളേർ പറയും. അപ്പം അബ്രഹാം മരിച്ച ശേഷം ദൈവം അവന്റെ മകനായ ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. എന്തോ ചെയ്തു? ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. And it came to pass after the death of Abraham that God blessed his son Isaac, and Isaac dwelt by the well of Leheroi. എവിടെയാ പാർത്തത്? ലെഹ്രോയിൽ നിന്ന് പാർത്ത കിണറിനരികെ അവൻ പാർത്തു. 12-ാം വാക്യം. സാറായുടെ മിസ്രൈമ്യ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിന്റെ വംശപാരമ്പര്യം, അവരുടെ വംശാവലി പ്രകാരം പേരായി ഇസ്മായിലിന്റെ പുത്രന്മാരുടെ പേരുകളാണിത്. ഇവിടെ പേര് പറയാൻ പോവാണേ. ഒന്ന്, ഇസ്മായിലിന്റെ ആദ്യ ജാതൻ നെബായോത്ത്. പിന്നെ തുടങ്ങുക. പിന്നെ ഒന്ന് നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിസ്മ, ഭൂമ, മാഷ, ഹദാദ്, തേമ, യദൂർ, നാഫീഷ്, ഖെദേമ. അപ്പം എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 12. ഭയങ്കര രസകരമായ കാര്യമാണ്. യാക്കോബ് എത്ര പുത്രന്മാരുണ്ടായിരുന്നു? 12. ഇസ്മായിൽ എത്ര പുത്രന്മാരുണ്ടായി? 12. സാത്താൻ ഒരു വലിയ പരിപാടി ഉണ്ട് കേട്ടോ. അവനെല്ലാം അവൻ കോപ്പിയുടെ ആളാണ്. ദൈവം എന്ത് ചെയ്യുന്നുവോ അവനത് കോപ്പി ചെയ്യാൻ ശ്രമിക്കും. അവന്റെ പരിപാടിയാണ്. എന്നാൽ ഇത് സാത്താൻ കോപ്പി എന്നല്ല ഞാൻ പറയുന്നത്. സാത്താൻ കോപ്പി ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിക്കുമ്പോൾ നാം കാണുന്നൊരു കാര്യമുണ്ട്. അതിന്റെ
17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്മായേലിന് 12 ഇസ്മായേലിന്റെ അവിടുന്ന് ഒരു 12 ഗോത്രപിതാക്കന്മാർ ഉണ്ടാകും എന്ന് പറയുന്ന ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഗോത്രപിതാക്കന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നോക്കട്ടെ, ഞാനത് പെട്ടെന്ന് അങ്ങ് എൻ്റെ വിട്ടുപോയത്. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ അത്യാവശ്യമുള്ളൊരു കാര്യമല്ല അത്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ നോക്കിയാലും മതി. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇതുമായിട്ട് മുമ്പോട്ട് പോകാം. നമുക്ക് തിരിച്ചു വരാം അതിലേക്ക്. ഓക്കെ. അപ്പം 12-ാം വാക്യത്തിൽ കാണുന്നു, സാറായുടെ മിസ്രയീം ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായ ഇസ്മായിലിന്റെ വംശപാരമ്പര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ആദ്യ ജാതിയൻ എന്തോ 17-20. താങ്ക് യു അമ്മേ. 17-20. ഓക്കെ. ഇവിടെ പറയുന്നു 12 പേര് പറഞ്ഞു. നെബയോത്ത്, കേദാർ, അദ്ബേൽ, മിബ്ശാം, മിഷ്മ, ബൂമ, മശ, ഹദാദ്, തേമ, യദൂർ, നാഫീസ്, കെദേമ. ഈ 12 പേര്. ഈ 12 പേരുടെ അർത്ഥം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഇന്ന് ചിലപ്പോ സമയം കിട്ടാൻ 1-2 പേരുടെ പേരിന്റെ അർത്ഥം അടുത്തയാഴ്ച പറയാൻ ആഗ്രഹിക്കുന്നു. 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ അവരുടെ ഊരുകളിലും പാളയങ്ങളിലും വംശമശമായി ആകുന്നു. അവരുടെ പേരുകൾ ഇവ തന്നെ. അപ്പോൾ 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ. അപ്പോൾ ഇവിടെ ഈ 12 പേര് ആരായി മാറി? അവർ പ്രഭുക്കന്മാരായി മാറി. അതായത് അവർ ആ ദേശത്തെ ധനാഢ്യന്മാരായി മാറി, സമ്പന്നരായി മാറി, സാധാരണക്കാരല്ല അവർ. എന്തുകൊണ്ടാണെന്നറിയാമോ? അബ്രഹാമിന്റെ സന്തതി അവരും. എന്നാൽ വാഗ്ദത്ത പ്രകാരമല്ല എന്ന് മാത്രം. വാഗ്ദത്ത പ്രകാരമുള്ളവരാണ് എങ്കിൽ പ്രത്യേകതയുണ്ട്, അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഇസ്മായിലിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹമില്ല. അതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ ദാസിയുടെ മകൻ ഇസ്മായേൽ അല്ല, നിന്റെ മകനായി ഇസഹാക്ക് തന്നെ നിനക്ക് അവകാശിയായിരിക്കും. അതുകൊണ്ട് ഇസ്മായേലിനെയും അവന്റെ അമ്മയായ ഹാഗാറിനെ പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് ദൈവം അനുവാദം കൊടുത്തിരുന്നു ഇസ്മായേലിന്റെ അമ്മയെ പുറത്താക്കാൻ. അപ്പോൾ ഇവിടെ 12 പ്രഭുക്കന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാരാണ് ഇവർ. അവരുടെ and these are the sons of Ishmael and these are their names by their towns. അപ്പം and by their castles, 12 princes according to their nations. അപ്പം ഒന്ന് മനസ്സിലാക്കണം, ഇത് ഇംഗ്ലീഷ് ഞാൻ വായിച്ചത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷ് വായിച്ചത്. എന്തുകൊണ്ടാണെന്നറിയാമോ? These are their names by their towns. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ദേശത്ത് അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ, അവരിവിടെ പ്രബലരായപ്പോൾ ആ ദേശത്തിന് ആരുടെ പേര് വന്നു? ഈ വ്യക്തികളുടെ പേര്. ഇത് തന്നെയാണ് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ കാണുന്നത്. അനാക്യ മല്ലന്മാരെ കുറിച്ച് കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ 4 അനാക്യ മല്ലന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. ഇവിടെ ഓരോരുത്തർക്കും പേര് വരുമ്പോൾ അന്നത്തെ കാലത്ത് ആരായിരുന്നു അവിടുത്തെ ധൈര്യവാന്മാർ, ശക്തന്മാർ, അവരുടെ പേരിലായിരുന്നു സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇസ്മായിലിന്റെ 12 മക്കളുടെ പേര്, കേദാർ കൂടാരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 12 മക്കളുടെ പേരിൽ എന്തുണ്ടായി? സിറ്റികൾ ഉണ്ടായി, ടൗണുകൾ ഉണ്ടായി. അത് മാത്രമല്ല, മറ്റൊരു കാര്യം നമ്മൾ നോക്കണം. 12 അവരുടെ ഊര് ഇങ്ങനെ പറയുന്നു, ബൈ ടൗൺസ് ബൈ ദിയർ കാസിൽ. അവർക്ക് അവിടെ എന്തുണ്ടായിരുന്നു? കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് സത്യം പറഞ്ഞ ഓരോ രാഷ്ട്രങ്ങളായിട്ട് രൂപാന്തരപ്പെടുക ചെയ്തു, ഒരു രാജ്യങ്ങളായിട്ട് മാറി. പിന്നീട് ആദ്യം ഒരു ടൗൺ ആയി മാറി. അതിനുശേഷം ഇവര് സ്വന്തമായി എന്തുണ്ടായി? കൊട്ടാരങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഇവരൊരു രാജ്യങ്ങളായി മാറി. ദൈവം ഇസ്മായിലിനെയും അവന്റെ കൂട്ടരെയും അനുഗ്രഹിച്ചു. അവരും എണ്ണത്തിൽ പെരുപ്പത്തിൽ അത്യധികമായി വർദ്ധിച്ചു. കാരണം ദൈവിക വാഗ്ദത്തം അവരുടെ മേലും പറഞ്ഞുകൊണ്ട് ആരോട് പറഞ്ഞെന്നറിയാമോ? ഈ വാഗ്ദത്തം പറഞ്ഞത് ഹാഗാറിനോട് പറഞ്ഞത്, ഞാൻ നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, അത്യധികം വർദ്ധിപ്പിക്കും എന്ന് ഹാഗാറിനോട് പറഞ്ഞിരുന്നു. അബ്രഹാമിനോടും പറഞ്ഞിരുന്നു, ഞാൻ ഇസ്മായേലിനെയും അധികമായി വർദ്ധിപ്പിക്കും. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും വർദ്ധിപ്പിക്കുന്നത് ഇസ്ഹാക്കിനെ മാത്രമേ ഉള്ളൂ, മറ്റവനെ അല്ല. അത് മാത്രമല്ല, ഇസ്ഹാക്കിന്റെ പ്രത്യേകതയുണ്ട്.
അവൻ ഇസ്ഹാക്കിന്റെ പ്രത്യേകത, അവൻ അവന്റെ ശത്രുക്കളുടെ അവകാശങ്ങളെ കൈവശമാക്കാനുള്ള അധികാരം കൊടുത്ത ഇസ്ഹാക്കിനെ ആക്കിയത്. ഇസ്മായിലിന് അവൻ അധികാരം കൊടുത്തില്ല. അവന് ഇസ്മായിലിന് കൊടുത്തപ്പോൾ അവന് സമ്പത്തിന് അനുഗ്രഹം കൊടുത്തില്ല, പെറ്റ് പെരുകാനുള്ള അനുഗ്രഹമാണ് കൂടുതൽ കൊടുത്തത്. നേരത്തെ നമ്മൾ കണ്ടത്, അതുകൊണ്ടാണ് ഇപ്പൊ അതിലേക്ക് പോകാത്തത്. പെറ്റ് പെരുകുവാനുള്ള അവകാശം അവന് കൂടുതൽ കൊടുത്തു. അവൻ പെറ്റ് പെരുകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ധനസമ്പത്തിന്റെ കവിഞ്ഞൊഴുക്കും മക്കളെ പ്രസവിക്കുന്നതിന്റെ കവിഞ്ഞൊഴുക്കും രണ്ടും കൊടുത്തത് ഇസ്ഹാക്കിന് മാത്രമേ. അപ്പോൾ യഥാർത്ഥ അനുഗ്രഹങ്ങൾ, എല്ലാ നന്മകളും, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സർവ്വ നന്മകളും അനുഗ്രഹങ്ങളും വന്നു കയറിയവൻ ഒറ്റ ഒരുവനാണ്, അവൻ ഇസ്ഹാക്ക. കാരണം അവൻ വാഗ്ദത്ത സന്തതിയാണ്. അത് എന്തുകൊണ്ടാണ് വാഗ്ദത്ത സന്തതി ആയത് എന്ന് നമ്മൾ പറഞ്ഞു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരുടെ ഇടയിൽ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ തെരഞ്ഞെടുക്കുവാൻ നോക്കിയപ്പോൾ ദൈവം അബ്രഹാമിനെ കണ്ടെത്തിയപ്പോൾ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ദൈവം ഭൂമിയിൽ അബ്രഹാമിനെ ആക്കി മാറ്റി. ആ അബ്രഹാമിൽ നിന്ന് ജനിക്കുന്നവരൊക്കെയും ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഭൂമിയിൽ മാറി. അതുകൊണ്ടാണ് നമ്മളും അവന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, അവനെ പ്രതിനിധീകരിക്കുന്നവരായിട്ട് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഓക്കെ, താഴോട്ട്. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സിലാക്കുക, ഈ 12 പേര് ആരായിരുന്നു? അവർ രാജകുമാരന്മാരായിരുന്നു. അവർക്ക് സ്വന്തമായിട്ട് ടൗൺ ഉണ്ടായി, അത് സിറ്റി ആയിട്ട് മാറി. അവിടെ അവർക്ക് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് രാജ്യങ്ങളായി മാറി. അത്ര മാത്രം അവര് വർദ്ധിച്ചു. 17-ാം വാക്യം, ഇസ്മായേലിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അവൻ പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. ഇവിടെ വ്യത്യാസം കണ്ടോണേ. അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, 8-ാം വാക്യം, അബ്രഹാം വയോധികനും കാലസമ്പൂർണമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ട് മരിച്ചു തന്റെ ജനത്തോട് ചേർന്നു. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഇസ്മായിലിന്റെ ആയുഷ്കാലം 137 സംവത്സരമായിരുന്നു. അവൻ പ്രാണനെ വിട്ട് മരിച്ചു. നല്ല വാർദ്ധക്യത്തിൽ എന്നുള്ളതോ കാലസമ്പൂർണ്ണം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടില്ല. അവൻ തന്റെ ജനത്തോട് ചേർന്ന് എഴുതിയിട്ടുള്ളൂ. 18-ാം വാക്യം, ഹവീല തുടങ്ങി അശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള ശൂർ വരെ അവർ കുടിയിരുന്നു. ഇംഗ്ലീഷ് വായിക്കാം. And they dwelt from Havilah and the Shur, that is before Egypt, as thou goest towards Assyria. And he died in the presence of all his brethren. അവർ തന്റെ സഹല സഹോദരന്മാർക്കും എതിരെ പാർത്തു. ഈ ഹവീല തുടങ്ങി ആ വാക്യം ഞാൻ ഒന്നുകൂടി എടുത്തോട്ടെ. 25-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം കേട്ടോ. 25-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം ഒന്നുകൂടി ഞാൻ എടുത്തോട്ടെ. അതിനകത്ത് ഒരു കാര്യം നോക്കാനുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഈ 18-ാം വാക്യത്തിൽ മലയാളവും ഇംഗ്ലീഷും തമ്മിൽ മാറ്റമുണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടി 17-ാം വാക്യം പറയുന്നു, These were the years of life of Ishmael, 137 years old, and he breathed his last and died and was gathered to his people. They dwelt from Havilah as far as Shur, which is east of Egypt, as you go towards Assyria. He died in the presence of all his brethren. അവൻ തന്റെ എല്ലാ സഹോദരന്മാരുടെയും മുൻപിൽ വെച്ച് മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ and they dwell from Havilah to Shur, that is near Mitzrayim, as thou goest towards Assyria. They took their place east of their brethren. ഇത് പല ഭാഗത്തും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ദുഷ്ടതയോടെ പാർത്തു, വഴക്കുണ്ടാക്കി പാർത്തു, ശത്രുതയോടെ പാർത്തു എന്ന് നമുക്ക് ചിന്ത വരുത്തുള്ളൂ. എന്നാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അവര് പാർത്തത് ഈസ്റ്റ് സൈഡിലാണ്, കിഴക്കേ സൈഡിലാണ്. മറ്റേ സ്ഥലത്തത് പടിഞ്ഞാറേ സൈഡിലാണ്. 2 വശങ്ങളിലാണ് ഇവർ പാർത്തുകൊണ്ടിരുന്നത്. അതാണ് അതിന്റെ അർത്ഥം. 2 വശങ്ങളിൽ, 2 ഓപ്പോസിറ്റ് സൈഡ്സ്. അല്ലാതെ ഇവർ വഴക്കുണ്ടാക്കി പാർത്തു, തല്ലുണ്ടാക്കുന്നവരായിരുന്നു, അട്ടി ഉണ്ടാക്കുന്നവരായിരുന്നു,
ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും, കണ്ടോ അന്ന് മുതലേ ഇസ്മായിൽ അടി തുടങ്ങിയതാന്ന് പറയും പെട്ടെന്ന്, അല്ലേ? നമ്മൾ പറയാൻ പോകുന്ന അങ്ങനെയാ, ഓ അന്ന് തുടങ്ങിയ അടി ഇന്നും മാറിയിട്ടില്ലെന്ന് പറയും. നോ, അങ്ങനെയല്ല. അവര് ഓപ്പോസിറ്റ് സൈഡ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ പാർത്തു എന്നുള്ളത് മാത്രമേ ഇത് അർത്ഥമുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാ മനസ്സിലാക്കാവൂ. ഓക്കെ, 19-ാം വാക്യം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ വംശപാര്യപരമായി, അതുകൊണ്ട് നമ്മൾ നോക്കി നമ്മൾ നിർത്തും. അടുത്ത ആഴ്ച നമ്മൾ അതിന്റെ അവസാന വാക്യത്തിലേക്ക് വരത്തുള്ളൂ, കാരണം അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് 19-ാം വാക്യം. അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. ഇസ്ഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻ ആരാമിലുള്ള ആരാമ്യനായ ബെഥുവേലിന്റെ പുത്രിയും ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, അബ്രഹാമിന്റെ സഹോദരനായ നാഹോരിന്റെ മകനായ ബെഥുവേലിന്റെ മകളായിരുന്നു റിബേക്ക എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അപ്പം നാഹോരിന്റെ ഭാര്യയുടെ പേര് മിൽക്ക എന്നായിരുന്നു എന്ന് പറഞ്ഞു. കാരണം നാഹോറിന് പല ഭാര്യമാരുണ്ടായിരുന്നു, എന്നാൽ മിൽക്കയിലാണ് ബെഥുവേൽ ഉണ്ടായത്. ആ ബെഥുവേലിന്റെ മകളായിട്ടാണ് ആരുണ്ടായത്? റിബേക്ക ഉണ്ടായത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇസ്ഹാക്കിന് 40 വയസ്സായപ്പോഴാണ് ഇസ്ഹാക്ക് ആരെ വിവാഹം കഴിക്കുന്നത്? റിബേക്ക. 40 വയസ്സായപ്പോൾ, അതായത് അവന്റെ അമ്മ മരിച്ച് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് ഏകദേശം. ഓക്കെ, 21-ാം വാക്യം. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ട് അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. ഇവിടെ ഓർത്ത് നോക്കിക്കേ, തന്റെ ഭാര്യ മച്ചിയായിരുന്നു. ആരുടെ ഭാര്യ? ഇസ്ഹാക്കിന്റെ ഭാര്യ. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് പറയും, കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിന്നിട്ടും ഇങ്ങനെ സംഭവിക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ? ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. എന്നാൽ ഇവിടെ പറയുന്നു, അവന്റെ ഭാര്യ. ആരുടെ ഭാര്യ? ഇസ്ഹാക്കിന്റെ ഭാര്യ റിബേക്ക മച്ചിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, റിബേക്കയും ഇസ്ഹാക്കും തമ്മിൽ ഏകദേശം 20 വയസ്സെങ്കിലും പ്രായ വ്യത്യാസം കാണും. ഏകദേശം 20 വയസ്സെങ്കിലും പ്രായ വ്യത്യാസം കാണും. അപ്പോൾ തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിന്തിക്കൊണ്ടൊരു കാര്യം, അബ്രഹാം കല്യാണം കഴിച്ചു സാറായി. സാറ മച്ചിയായിരുന്നു. വർഷങ്ങൾ എടുത്തു അവരെ കുട്ടി ഉണ്ടാകാൻ, അല്ലേ? പാരമ്പര്യ ശാപമല്ലേ? ചിന്തിച്ചു നോക്കി. നമ്മളാണ് സാധാരണ പറയുന്നത് എന്തുവായത്? പാരമ്പര്യ ശാപമാണ്. കാരണം അപ്പൻ കല്യാണം കഴിച്ചു, അപ്പന് മക്കളുണ്ടായപ്പോ 19 വർഷം കഴിച്ചാ ഉണ്ടായി. മകൻ ഇത് തന്നെയാ ശാപം എന്ന് പറയും, അല്ലേ? എന്നാൽ ഇവിടെ പറയുന്നു, അവൻ യഹോവയോട് ചോദിച്ചു, യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. ഏത് ശാപം ആളുകൾ പറഞ്ഞാലും, ആര് പറഞ്ഞാലും, നീ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് ശാപത്തെയും പൊട്ടിച്ചെറിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവായ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത് നിന്റെ ശാപം കൊണ്ട് സൂക്ഷിച്ചോണോ എന്ന് പറയാനല്ല, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത് നിന്റെ ശാപത്തെ പൊട്ടിച്ചു കളയാൻ. അവൻ ആ കാൽവറി ക്രൂശിൽ മരിച്ചതോടുകൂടി നിന്റെ ശാപം തീർന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ശാപമൊക്കെ ഉള്ള കുടുംബമാ ഞങ്ങളുടെ കുടുംബം കേട്ടോ എന്ന് പറയാതെ, ഞാൻ ഇപ്പോൾ ശാപഗ്രസ്തന്റെ കൂടെ അല്ല, ശാപത്തെ പൊട്ടിച്ച കർത്താവിന്റെ കൂടെ എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. എന്നാൽ പിന്നെ നിനക്ക് ഈ ശാപത്തെ കുറിച്ചൊന്നും പേടിക്കണ്ട, നിനക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട. നിനക്കൊരു സ്നേഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടി, കർത്താവായ യേശു. അവൻ ജീവിതത്തിൽ വരുന്നതോടുകൂടി ശാപങ്ങൾ തീർന്നു. പക്ഷെ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കണം, അവനെ സ്നേഹിക്കണം, ഭയപ്പെടരുത്. നീ ഭയപ്പെട്ടാൽ ഭയം നിന്നെ ഒന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഭയപ്പെടാതെ ശാപത്തെ നീ തകർത്തെറിയാണ് ധൈര്യം നിനക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. എത്രാമത്തെ വയസ്സിലാണെന്നറിയാവൂ? 60-ാമത്തെ വയസ്സ്. ആർക്ക്? ഇസ്ഹാക്കിന്. ഓർത്ത് നോക്കിക്കേ, ഇസ്ഹാക്കിന് 60 വയസ്സായി. 20 വർഷം കഴിഞ്ഞു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. നോക്കി നോക്കണേ, അവളും ഇവിടെ വന്ന് യഹോവയോട് സംസാരിക്കാൻ തുടങ്ങി. അവൾ യഹോവയുടെ മകളായി മാറി. അവൾ യഹോവയെ സ്നേഹിക്കാൻ തുടങ്ങി. റിബേക്ക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആരായിരുന്നു? എവിടുന്ന് വന്നവരായിരുന്നു? അരാമിൽ നിന്ന് വന്നവരായിരുന്നു. അരാമ്യരാണ്.
ഓക്കെ, ചോദ്യം ഇത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇന്ന് നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുന്നുള്ളൂ. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളിച്ചു. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണേ. ഇവര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെന്തായിരിക്കുമെന്നുള്ളത് യഹോവയായി ദൈവം പറഞ്ഞിരുന്നു. നമ്മൾ പലപ്പോഴും പറയും അവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി എന്തുകൊണ്ടാണ് എന്ന് പറയും. എങ്കിലും അത് തെറ്റാണെന്നല്ല, അവൻ കാണിച്ചത് തെറ്റ് തന്നെ. ദൈവം അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ദൈവം അതിൽ ദൈവത്തിന് ദേഷ്യം വന്നു. എങ്കിലും ഇവൻ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ യഹോവയായ ദൈവം ഇവനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോടാ പറഞ്ഞത്? ഇത് റിബേക്കയോടാണ്. നാം ഒരു കാര്യം മനസ്സിലാക്കണം. സാറ ഒരിക്കലും യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവയോട് യാചിച്ചു, യഹോവയോട് ചോദിച്ചു, യഹോവയോട് സംസാരിച്ചു എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല സാറായെ കുറിച്ച്. എന്നാൽ റിബേക്കയെ കുറിച്ച് പറയുമ്പോൾ റിബേക്കയെ കുറിച്ച് നമ്മളത് കാണുന്നുണ്ട്. സാറ കുറച്ചും കൂടെ ബുദ്ധിയിലുള്ള സ്ത്രീയായിരുന്നു. എന്നാൽ റിബേക്കയിലേക്ക് വന്നപ്പോൾ റിബേക്ക ബുദ്ധിയുമുണ്ട്, കർത്താവിനുള്ള സംസാരവുമുണ്ട്. ഒന്ന്, ഇതിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് മനസ്സിലായി. നമ്മൾ റിബേക്കയെ കുറ്റം പറയുന്നതിന് മുമ്പ് എല്ലാവരും റിബേക്കയെ കുറിച്ച് പറയും, റിബേക്ക തന്റെ സ്വന്തം ഭർത്താവായിരുന്ന ഇസഹാക്കിനെ കളിപ്പിച്ചു, എന്നിട്ട് ഇളയവനെ തോലിരിച്ച് കയറ്റിവിട്ടു എന്നൊക്കെ പറയുമ്പോൾ റിബേക്കയുടെ സ്വഭാവത്തെ കുറിച്ച് പറയും. പക്ഷേ റിബേക്കയുടെ യഹോവയായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, മൂത്തവൻ ഇളയവനെ സേവിക്കും, ഇളയവനെ ഞാൻ കൂടുതൽ അനുഗ്രഹിക്കും, അവനെ വലിയവനാക്കും എന്നുള്ള യഹോവയുടെ വാഗ്ദത്തം യഹോവ സംസാരിച്ചത് റിബേക്കയോടാണ്. അത് കേട്ടത് മുതൽ റിബേക്കയുടെ ഉള്ളിൽ യാക്കോബോട് സ്പെഷ്യൽ സ്നേഹമുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് യാക്കോബ എന്ന് റിബേക്കയ്ക്ക് അറിയാം. എന്നാൽ ഇത് അപ്പം കേട്ടിട്ടില്ല. അപ്പൻ ആകെ അറിയാവുന്നത് മൂത്ത പുത്രൻ, അപ്പൻ ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുന്നവൻ, അപ്പൻ അതേ അറിയത്തുള്ളൂ. എന്നാൽ റിബേക്കയോട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ കോൺവെർസേഷനിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇസഹാക്കിനോടല്ല, അബ്രഹാമിനോട് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് സാറയോടല്ല. മുഴുവൻ സംസാരവും ആരുമായിട്ടായിരുന്നു അറിയാമോ? അബ്രഹാമുമായിട്ടായിരുന്നു. സാറയോട് സംസാരിച്ചിട്ടേ ഇല്ല. ആകെ ഒരൊറ്റ പാദം സംസാരിച്ചത് കൂടാരത്തിന്റെ അവിടെ വന്നപ്പോൾ സാറ ചിരിച്ചു. ഉടനെ സാറായെ നീ ചിരിച്ചു, നിന്റെ ഭാര്യ സാറ ചിരിച്ചു എന്ന് പറഞ്ഞു. ഉടനെ സാറ പറഞ്ഞു, ഇല്ല ഞാൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞു. നീ ചിരിച്ചു എന്ന് പറഞ്ഞതല്ലാതെ ദൈവം സാറയോട് സംസാരിക്കാൻ പോയിട്ടില്ല. എന്നാൽ അബ്രഹാമിനോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഇവിടെ കാണുന്നത്, ഇവിടെ ദൈവം സംസാരിച്ചത് ഇസഹാക്കിനോട് സംസാരിച്ചെന്ന് ആരാ എഴുതിയിരിക്കുന്നത്? പിന്നെ ആരോടാ സംസാരിച്ചത്? റിബേക്കയോട് സംസാരിച്ചു. സ്ത്രീയോടും പുരുഷനോടും കർത്താവ് സംസാരിക്കും. അതുകൊണ്ട് സംസാരം കേൾക്കാനുള്ള കൃപ പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ, ആരും പറയണ്ട. കർത്താവ് 2 പേരോടും വ്യക്തമായി സംസാരിക്കും. അവനോട് അടുത്ത് ചെന്ന് സംസാരിക്കുന്നവരോട് സംസാരിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു കർത്താവുള്ളൂ. 1. 2, കർത്താവ് സംസാരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് സംസാരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും അവൻ നമ്മുടെ ഇഷ്ടപ്രകാരം സംസാരിക്കത്തില്ല. അവൻ സംസാരിച്ചാൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നു അവന് തോന്നിയാൽ അവൻ നിന്നോട് സംസാരിക്കത്തില്ല. ഇപ്പൊ പറയുകയാണ്, ഇവരോട് പറയാ, എടി സത്യത്തില് ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നത് യാക്കോബിനെ, ഇസഹാക്കിനെ അല്ല. പറ്റത്തില്ല കർത്താവ്, അത് ഞാൻ സമ്മതിക്കത്തില്ല. യാശാവിനെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ, എന്തിനാ യാക്കോബിനെ അനുഗ്രഹിക്കുന്നേ, അത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്നതാണ് ദൈവത്തോട് സംസാരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറയുന്നത് കേട്ടാൽ തർക്കോത്തരം പറയാം, അത് സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണോ കർത്താവ് നിന്നോട് സംസാരിക്കും. അത് എന്തുമാകട്ടെ, അത് അനുഗ്രഹമായിട്ട് വരത്തുള്ളൂ. യഹോവ പറയുകയാണ്, യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളിച്ചു. ഇത് നമ്മൾ അടുത്ത ആഴ്ച ഒന്നുകൂടെ നോക്കും കേട്ടോ. അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ട പിള്ളകൾ അവളുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നു. ഇരട്ട പിള്ളർ ഉണ്ടാകുക. 1-ാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. പിന്നെ അവൻ സഹോദരൻ പുറത്തു വന്നു, അവന്റെ കൈ ഏശാവിന്റെ കുതികാൽ പിടിച്ചിരുന്നു. ചെറുപ്പത്തിലെ പിടിച്ചു. പുള്ളി പുറത്തു വരുന്നതിന് മുമ്പ് പുള്ളി പിടിച്ചോണ്ടാ പോരുന്നത് കേട്ടോ. അവന് യാക്കോബ എന്ന് പേരിട്ടു. അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ഷഷ്ടി പൂർത്തിയായി.
അപ്പോഴാണ് ആര് പ്രസവിക്കുന്നത്? റിബേക്ക പ്രസവിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ഒന്നും കൂടെ 23 വാക്യം മുതൽ നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും നമ്മൾ 23 മുതൽ താഴെയുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ച നമ്മൾ നോക്കും. നമുക്കിപ്പോ സമയം ഏകദേശമായി 23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നോക്കാൻ അടുത്ത ആഴ്ച സമയം കാണത്തുള്ളൂ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുക്കേണ്ട കാര്യം അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പം ഇന്നൊക്കെ പ്രാർത്ഥിക്കാം. കർത്താവിന് അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച അച്ഛേ. സ്തോത്രം. ദൈവമേ, സ്നേഹമേറിയ കർത്താവേ, ഞങ്ങൾക്ക് തിരുവനന്തപുരത്തിൽ കൂടി കടന്നു പോകാനുള്ള കൃപ തന്നു. റിബേക്കയോട് ദൈവം സംസാരിച്ചു എന്നും ഇസ്ഹാക്കിനോടല്ല റിബേക്കയോട് സംസാരിച്ചു എന്നുള്ള ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ എത്തി. ദൈവത്തോട് കർത്താവെ അടുത്ത് നിൽക്കുന്നവരോട് ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. ഭാവിയെ കുറിച്ച് സംസാരിക്കുമെന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ദൈവത്തിന് വിശ്വസ്തരായിരിക്കാൻ സഹായിക്കണമേ. ഈ കഴിഞ്ഞ കാലങ്ങളിലെ ഉൽപ്പത്തി പുസ്തകങ്ങൾ കടന്നു വരുമ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കരുതലും കാവലും ഉദ്ദേശങ്ങളെ കുറിച്ച് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന കൃപയ്ക്കായ സ്തോത്രം. അവരുടെ കർത്താവേ, നിന്റെ പദ്ധതികൾക്ക് കീഴടങ്ങിയിരിക്കാനും അത് ചോദ്യം ചെയ്ത് അനുസരിക്കാൻ തക്കണം ഞങ്ങളെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.